ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് വലിയ വിലയൊന്നും കാണത്തില്ല. ഹല്ലേലൂയ. വീട്ടുകാർക്കും വലിയ വിലയൊന്നും കാണത്തില്ല. ദാവീദിനെ കുറിച്ച് അവൻ നാട്ടുകാർക്കും വിലയില്ലായിരുന്നു, വീട്ടുകാർക്കും വിലയില്ല. അതുകൊണ്ടാണ് ദാവീദിനെ ആട് മേയ്ക്കാൻ കാട്ടിൽ എന്ത് ചെയ്തു പറഞ്ഞയച്ചത്. പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് അഭിഷേകം ചെയ്യാൻ സ്തോത്രം ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ ഭവനത്തിൽ വരുമ്പോൾ ഇശായി ചെയ്തത് കഴിവും പ്രാപ്തിയും ഉള്ള തന്റെ മക്കളെ ഒക്കെ വിളിച്ചു വരുത്തി. ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവാത്മാവ് ചോദിച്ചു. പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവനെ കൊണ്ടൊന്നിനും എന്ത് ചെയ്യത്തില്ല, കൊള്ളത്തില്ല. അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ാണ്. പ്രവാചകൻ ഗംഭീര ശബ്ദത്തോടെ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കത്തില്ല. ആളെ അവനെ കൊണ്ടുവന്നു. അവൻ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇവനാകുന്നു ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി കാണുവാൻ വാഴുവാൻ ഞാൻ തിരഞ്ഞെടുത്തത്. നീ ഇവന്റെ തലമേൽ അഭിഷേക തൈലം ഒഴിക്കുക. അഭിഷേകം ദാവീദിന്റെ മേൽ വന്നു വീണപ്പോൾ അവൻ വിശേഷതയുള്ളവരായി മാറിയെങ്കിൽ ഇന്ന് പകൽ നിന്നെ കുറിച്ചൊരു വിലയും ലോകക്കാർക്കില്ല എങ്കിലും യേശുവിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ ദൈവത്തിന് വിലയുള്ള വ്യക്തിയാണ്.